ഇതെന്തൊരു തബല വായനയാണോ? താൻ കലാദർശനിലെ വലിയ തബലിസ്ഥാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ തബല വായിക്കുന്നത്? ഇത് തബലയാണോ അതോ മദ്ദളമാണോ? തബലയെ കുറിച്ച് തനിക്ക് എന്തറിയാം? താൻ എന്നെ പഠിപ്പിക്കാൻ വരെയാണോ? എടോ, ഞാൻ ഇവിടെ തബല പഠിപ്പിക്കാൻ വന്നയാളാ. അങ്ങനെ ഇവിടെ നിന്നതാണ് ട്രൂപ്പ് മാനേജ് ആയത്. എടോ, ഞാൻ പറയുന്ന ഒരു ബോൾസ് എനിക്ക് വായിക്കാനൊക്കെ കൂടൂ. വായിക്കാം. വായിക്കാന്ന് വായി നോക്കിയിരിക്കാതെ ഇങ്ങോട്ട് മാറി. എടോ, അറിയാൻ പാടില്ല, നീ പറഞ്ഞാ പോരെ, ഞാൻ പറഞ്ഞു തരികയല്ലേ. അച്ഛനവണി പറ്റിച്ചോ, പക്ഷെ എന്നെ പറ്റിക്കരുത്. ഇങ്ങോട്ട് മതി, ഇങ്ങോട്ട് മതിക്ക്. ഡമുക്കുണ്ടങ്കടി അടുപ്പിക്കഴിഞ്ഞും തബലിസ്ഥാന്നും പറഞ്ഞ് നടക്കും ഇങ്ങനെ. ഇങ്ങോട്ട് നോക്കി. വേണ്ട, ഞാൻ പറഞ്ഞ കേൾക്കണം. എനിക്ക് അവളെ വിളിച്ച് 2 വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ കിടന്ന ഉറക്കം വരൂലെന്ന്. എടാ, ഈ നേരത്ത് ഫോൺ ചെയ്ത് അവളുടെ വീട്ടിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവൂടാ? അതിനെന്താ, ആദ്യം ആരാ ഫോൺ എടുക്കുന്നത് നോക്കാം. ഹലോ. ബന്ധുരേ രാഗബന്ധുരേ നീ എന്തിനീ വഴി വന്നു? നിങ്ങൾ ആരാ? ഞാൻ യേശുദാസൊന്നുമല്ല, സാബു. എന്നെ അറിയില്ലേ? താൻ ഇന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടും ഞാനൊന്നും മിണ്ടാതെ നിന്നത് എന്തുകൊണ്ടാണെന്നറിയോ? തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട്. പ്രേമിക്കാൻ നടക്കണേ. ഇനി എന്നെ ശല്യം ചെയ്താലുണ്ടല്ലോ, തന്റെ മുഖത്തിന്റെ ഷേപ്പ് മാറ്റിക്കളെ. ചൂടാകാതടി പെണ്ണേ, നീ എന്നോട് അധികം കളിച്ചാ നിന്റെ ഇപ്പോഴത്തെ ഷേപ്പ് മാറും. ബ്ലഡി ഫൂൾ. നിങ്ങൾ എന്നോട് സദാചാരം പറയരുത്. നാണവും നന്ദിയും ഇല്ലാത്ത മനുഷ്യൻ. ഔദാര്യം കാണിച്ചതിന്റെ അവകാശം കാണിക്കാം. അച്ഛൻ ഇത്തരക്കാരനാണെന്ന് ഞാൻ കരുതിയില്ല. എന്താ, എന്തു പറ്റി? ദേ, അച്ഛൻ ഇതിനാണോ ഈ സ്ഥാപനം നടത്തുന്നത്? അത് എന്താ ഉണ്ടായേ? എന്തുണ്ടായെന്നോ? കുടുംബത്തിൽ പറഞ്ഞവളാ ഞാൻ. അച്ഛൻ ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല. ഞാൻ എന്ത് കാണിച്ചെന്നാ പറയണേ? എന്ത് കാണിച്ചെന്നോ? എന്റെ മോളിവിടെ പഠിക്കണ്ട. ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് പോകും. എന്താ 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 ഉണ്ടായത്? എന്തുണ്ടായെന്നോ? അച്ഛനോട് എന്നെ ചോദിച്ചു നോക്ക്. എന്താ അച്ഛോ? ദേ, ഇത് തന്നെ, ഇത് തന്നെ. അയ്യോ, ഇതാണോ കാര്യം? അത് അച്ഛന് ഞരമ്പിന് അസുഖമായിട്ട് ചെറുപ്പത്തിലേ പറ്റിയൊരു തകരാറ്. അയ്യോ, ക്ഷമിക്കണം അച്ഛോ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. വാ അച്ഛോ, സത്യത്തിൽ ഇവിടെ എന്താ ഉണ്ടായത്? താണ്ടമ്മ ഇങ്ങോട്ട് വരൂ. ഞാനൊരു കാര്യം പറഞ്ഞാ വേറെ ആരോടെങ്കിലും പറയോ? ഇല്ല അച്ഛോ. താണ്ടമ്മയ്ക്ക് പകരം ഞാൻ വേറെ ആളെ അന്വേഷിക്കേണ്ടി വരുമോ? അയ്യോ, വേണ്ട അച്ഛോ. അല്ല, ഞാൻ ഒന്നും കാണിക്കുന്നില്ല. ഞാനൊന്നും കാണിക്കണ്ട. പറഞ്ഞോട്ടെ. ഒന്നും പറയണ്ടോ? അല്ല പ്ലീസ്, നടക്കാൻ ഇങ്ങോട്ട് നടക്കാൻ പറഞ്ഞില്ല. സാറിന്റെ വണ്ടി 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 ഞാൻ ഇങ്ങോട്ട് വരക്കണം. ആ വണ്ടി എടുത്ത് വരികെ വണ്ടി താമ്പോളും. ഐ എം സോറി. കലാദർശനയിലെ സാബു അല്ലേ? അതെ, ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാ. എങ്ങോട്ടാ? ലോഡ്ജിലേക്കാ. ഞാൻ ഡ്രോപ്പ് ചെയ്യാം, കയറിക്കോളൂ. വേണ്ട, ഞാൻ
കേറടോ. താങ്ക് യു. ഹലോ, ഞാനും ഒരു ആരാധകനാ. ഹലോ. പെമ്പിള്ളേരുടെ ശബ്ദത്തിൽ ഫോൺ ചെയ്യാൻ മിടുക്കനാണല്ലേ? ഇല്ല. നിനക്കൊക്കെ മലയാള നടന്മാരുടെ ശബ്ദാനുകരിക്കാനല്ലേ അറിയൂ. ഹിന്ദി നടന്മാരുടെ ഇടി എങ്ങനെയാണെന്ന് അറിയാമോ? അമിതാഭ് ബച്ചൻ, അനിൽ കപൂർ, ജാക്കി ഷ്രോഫ്. അയ്യോ See you. എൻ്റെ ഫ്രണ്ട്സാ, ഞങ്ങളിങ്ങനെ തമാശക്ക്. സന്ധ്യേ, സന്ധ്യേ, നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. മിമിക്രിക്കാരനെ കൊണ്ട് ഏത്ത പിടിപ്പിച്ചു. ഇടി കൊണ്ട് റോഡിൽ കിടക്കുക, വണ്ടി കയറി ചത്തോന്ന് തന്നെ സംശയ. വേണം, അങ്ങനെ തന്നെ വേണം. ഓ, അവന്റെ ഒരു സന്ധ്യ മയങ്ങും നേരം. എടാ, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ ഫോൺ ചെയ്യാനൊന്നും പോകണ്ടെന്ന്. ഫോൺ ചെയ്യേണ്ട റിയാക്ഷൻ ആണ് ഇത് അങ്ങനെ വിടാൻ പറ്റില്ല. വെറുതെ ഫോൺ ചെയ്ത് 2 വർത്തമാനം പറഞ്ഞതിന് തല്ലേന്നൊക്കെ വെച്ചാ. അവളുടെ ബ്രദേഴ്സ് ആണെന്ന് നിനക്ക് ഉറപ്പാണോ? പിന്നെ അവന്മാരുടെ അടിയും കൊണ്ടുവച്ച ആണാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. നാളെ തന്നെ തിരിച്ചടിക്കണം. അവരെ കണ്ടാ നിനക്കറിയാമോ? എന്നാ പിന്നെ ഒന്നും നോക്കാനില്ല. എടാ, നിനക്കൊക്കെ ഈ മലയാളം നടന്മാരുടെ ശബ്ദം അനുകരിക്കാൻ മാത്രമല്ലേ അറിയാവുള്ളൂ. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നല്ല ഹിന്ദി നടന്മാരുടെ ഇടി പഠിക്കണം. ഇന്ത്യണന്മാരുടെ അടി പഠിക്കണമെങ്കിൽ ആദ്യം കരാട്ടെ പഠിക്കണ്ടേ? എന്തിനാളിയാ കളരി പോരെ? കരാട്ടയും കളരിയും ഒന്നും വേണ്ട, നല്ല നാട അടിയുണ്ടല്ലോ, അതാണ് ബെസ്റ്റ്. സ്റ്റേജിൽ ഈ ഐറ്റം പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അതിനെന്താ, എളുപ്പമല്ലേ? ഈ സാറന്മാരോട് ചോദിച്ചറിയാ ഹിന്ദി നടന്മാരുടെ ഇടി എങ്ങനെയാണ്. നിനക്കൊക്കെ ഒരു പ്രാവശ്യം കിട്ടിയത് പോരാ അല്ലേ? അതെ, അന്ന് ഇവന് മാത്രമല്ലേ കിട്ടിയുള്ളൂ. ഇന്ന് നമ്മൾ എല്ലാവരും കൊള്ളാൻ കണക്കാക്കിയാ വന്നിരിക്കുന്നത്. എന്നാ പിടിച്ചോ. മമ്മൂട്ടി അടിയോടോ ഇതാ കണ്ടോ. നിനക്ക് MGR സ്റ്റൈൽ അറിയാമോടാ? നാനാണ് വിട്ടാൽ അത് നടந்து விட்டால் இந்த படமாட்டான் உயிருள்ளவரை ஒரு துன்பமில்லை அவர் கண்ணீர் கடலிலே விழமாட்டார் அவர் கண்ணீர் கடலிலே விழமாட்டார் നാരായണയിട്ടാൽ അത് നടந்து വിട്ടാൽ. നിനക്ക് ഈ മോഹൻലാലിന്റെ ഐഡിയ അറിയാവോ? നിനക്ക് മധുവിന്റെ ഐഡിയ അറിയാവൂടാ പട്ടി. പ്രേം നസീറിന്റെ ഐഡി കണ്ടിട്ടുണ്ടോ? നിനക്ക് കമൽഹാസന്റെ ഐഡി അറിയാവോ? ജാക്കി ചാന്റെ ഐഡിയ അറിയാമോ?
ഓടിക്കോ ഓടിക്കോ ഓടിക്കോ